മന്ത്രി ചിഞ്ചുറാണിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം കല്ലമ്പലം ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മന്ത്രി തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്നതിനിടെ 9:15 അപകടമുണ്ടാവുകയായിരുന്നു. മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ഇടതുമുന്നണിക്ക് മൂന്നാം മൂഴം എന്നാവർത്തിച്ച NS മാധവൻ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം എങ്ങനെയായിരിക്കുമെന്ന വിശദമായ പ്രവചനവുമായി എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ NS മാധവൻ. ഇക്കുറി ഓരോ ജില്ലയിലും LDFും UDFും എത്ര സീറ്റുകൾ നേടുമെന്ന വിശദമായ പ്രവചനമാണ് NS മാധവൻ നടത്തിയിരിക്കുന്നത്. LDFിന് മൂന്നാം മൂഴം ലഭിക്കുമെന്ന തന്റെ പഴയ പ്രവചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞു. LDF 75 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് NS മാധവൻ കുറിപ്പിൽ വിശദമാക്കുന്നത്. UDFിന് 65 സീറ്റുകളാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. 3 സീറ്റുകൾ വരെ വ്യത്യാസം വന്നേക്കാമെന്നും അദ്ദേഹം പറയുന്നു. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളെ പ്രതിയാക്കണമെന്ന സ്വകാര്യ ഹർജിക്ക് സ്റ്റേ. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ഹർജി സ്റ്റേ ചെയ്തത്. പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി സ്റ്റേ ചെയ്യുന്നതെന്ന് കോടതി അറിയിച്ചു. പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്ന കേസിൽ വിശദീകരണം നൽകാൻ മധ്യപ്രദേശ് പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോന്നി ചന്തയ്ക്ക് സമീപം 64-കാരന് സൂര്യാഘാതമേറ്റു. ഇലക്ട്രോണിക്സ് കടയിലെ ടെക്നീഷ്യനായ മുരളി മങ്ങാരം പുത്തൻവീട്ടിൽ മുരളിമോഹനാണ് സൂര്യാഘാതമേറ്റത്. മുഖം, കഴുത്ത്, കൈകൾ എന്നിവിടങ്ങളിലാണ് പൊള്ളലേറ്റത്. ഹോട്ടലിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സംഭവം. ഇതിനിടെ സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. പകൽ സമയങ്ങളിൽ ലോക്ക്ഡൌണിനോട് സാമ്യമുള്ള ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. പ്രത്യേകിച്ച് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം. സഹോദരൻ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തൽ. ചേലക്കര പുലാക്കോട് യുവാവിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. തോട്ടുപാലം 27-കാരനായ അൻസർ അലിയാണ് മരിച്ചത്. സംഭവത്തിൽ 32-കാരനായ സഹോദരൻ അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദരങ്ങൾക്കിടയിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഞായർ രാവിലെ 7 മണിയോടെയാണ് അൻസാറിനെ വീട്ടിൽ തലയിലും പുറത്തും മുറിവേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 മണിയോടെ മരിച്ചു. തലയിലേറ്റ ഗുരുതര മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.